ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് ആറ്റംസ്. ആറ്റംസിലാണ് നമ്മൾ ലൈറ്റിൻ്റെ ഉറവിടം എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺ ദാറ്റ് ഓർബിറ്റ് ലൈക്ക് ദ പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം. ഇലക്ട്രോൺ സ്റ്റേ ഇൻ ദ ഓർബിറ്റ്. നിങ്ങൾക്കറിയാം, സാധാരണ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ ഓർബിറ്റിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഒരാറ്റത്തിൽ ന്യൂക്ലിയസ് നടുക്ക് അതിൻ്റെ ചുറ്റും കുറേ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസ് ഗെറ്റ് കിക്ഡ് ഔട്ട് ടു ഡിഫറെൻറ്റ് ഓർബിറ്റിലേക്ക്. ദിസ് ഡസൻറ്റ് ഹാപ്പൻ വെരി ഓഫൺ ഇൻ സോളാർ സിസ്റ്റം, ബട്ട് ഇറ്റ് ഇസ് ഡസ് ഇൻ ആറ്റംസ്. ആറ്റംസിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റും. ഓർബിറ്റുകൾ മാറിക്കൊണ്ടിരിക്കാൻ ഇലക്ട്രോണിന് പറ്റും. എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. ഇഫ് യു ആഡ് എനർജി ടു അൻ ആറ്റം, ഒരു ആറ്റത്തിലേക്ക് കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇലക്ട്രോൺസ് അതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് അതിനെ എന്താ പറയുക, തള്ളപ്പെടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കിക്ഡ് ഔട്ട് ആ സമയത്ത് വെൻ ആറ്റംസ്, അതായത് ആ സമയത്ത് എന്ത് ചെയ്യും? ആറ്റത്തിന് എനർജി കിട്ടുന്ന സമയത്ത് electron will jump to the bigger orbits. When the atom cools, the electron jump back to the original orbit. As they jump, each electrons that jump back the emits one photon of light. അതായത് ആറ്റംസ് അതിൻ്റെ ബിഗർ ഓർബിറ്റിലേക്ക് അത് ജമ്പ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് ഒറിജിനൽ ഓർബിറ്റിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്യുമ്പോൾ ഒരു 1 ഫോട്ടോൺ ഓഫ് ലൈറ്റിൻ്റെ ഒരു അളവാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. 1 ഫോട്ടോൺ ഓഫ് ലൈറ്റ് പുറപ്പെടുവിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ലൈറ്റ് പുറപ്പെടുന്നത്. അങ്ങനെയാണ് സണ്ണിലും സ്റ്റാറിലൊക്കെ ലൈറ്റ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് ഈസ് വാട്ട് കളർ ഈസ് ഇൻ ദിസ് ലൈറ്റ്സ്. ഈ ലൈറ്റിൻ്റെ കളർ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ബിഗ് ദ ജംപ് ബിറ്റ്വീൻ ദ ഓർബിറ്റ് വാസ്. ദ ബിഗർ ദ ജംപ് ദ ഹയസ്റ്റ് എനർജി. അതായത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഏറ്റവും ലോവർ മോസ്റ്റ് ഷെല്ലിലേക്കാണ് ഈ ഇലക്ട്രോൺ ചാടുന്നതെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവും. അതേപോലെ പല ലെവൽസ് ഓഫ് എനർജി ആയിരിക്കും. ഈ എനർജിയാണ് ഇതിൻ്റെ കളറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എ ബ്ലൂ ഫോട്ടോൺ ഹാസ് മോർ എനർജി ദാൻ എ റെഡ് ഷൈൻ. റെഡിനേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാവുക ബ്ലൂവിനാണ്. ഓൾ കളർ ആർ സെയിം ടുഗദർ. എല്ലാ കളറും ഒന്നിച്ച് കിട്ടുന്നതിനെയാണ് നമ്മൾ വൈറ്റ് എന്ന് പറയാം. ഓക്കെ, എല്ലാ കളറും അതിലുണ്ടാവും. അത് എമിറ്റ് ലൈറ്റ്, ദാറ്റ് ഇസ് എ ഫോം ഓഫ് ലൈറ്റ്. അപ്പോൾ ദാറ്റ് ആ ഒരു വൈറ്റ് കളറുള്ള എന്താ പറയുക ബീമിനെയാണ് നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത്. ഇല്ലില്ല, 10 രൂപ. Each color value within the visible region of electromagnetic spectrum corresponding a distinct spectral color. ഓരോ ഫ്രീക്വൻസിക്ക് അനുസരിച്ചും എനർജിക്ക് അനുസരിച്ചും പല പല കളർ കിട്ടും. നമ്മൾ പഠിച്ചു. When white light is incident to an opaque object, some frequencies are reflected and some are absorbed. നമ്മൾ വൈറ്റ് ലൈറ്റ് നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിലെന്ത് ചെയ്യും? സം ഫ്രീക്വൻസീസ് ആർ റിഫ്ലക്റ്റഡ്, അത് തിരിച്ചിങ്ങോട്ടേക്ക് പോരും. സം ആർ അബ്സോർബ്ഡ്. ദ കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസീസ് ഇൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഡിറ്റർമിൻസ് ദ കളർ ഓഫ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് വാട്ട് ഈസ് സീ. ഓക്കെ, ഡോമിനൻറ്റ് ഫ്രീക്വൻസി ഓർ ഹ്യൂ മീൻസ് ഡോമിനൻറ്റ് ഫ്രീക്വൻസി ഓർ ഹ്യൂ. അതായത് നമ്മളൊരു ലൈറ്റ് ഒരു പ്രതലത്തിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൽ ചില ഫ്രീക്വൻസീസ് അത് അബ്സോർവ് ചെയ്യും, ചില ഫ്രീക്വൻസീസിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു നമ്മളെ കഴിയുന്ന മരത്തിലെ ഇലകൾക്കൊക്കെ പച്ച നിറമാണ് കാണുന്നത്. പച്ചയുടെ പല വേരിയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലൈറ്റ് ഈ ഇലയുടെ മുകളിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫ്രീക്വൻസിനെയും അബ്സോർവ് ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്രീൻ എന്നുള്ള ഫ്രീക്വൻസിനെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മളെ കണ്ണിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് ഗ്രീൻ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെർഫോർ ലൈറ്റ് ഉണ്ടാവണം നമുക്ക് എന്തെങ്കിലും കളർ കാണണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ ഒബ്ജക്റ്റുകളും അതിൻ്റെ എല്ലാ കളറിനെയും അബ്സോർവ് ചെയ്യും. അതിൻ്റെ കളർ എന്താണോ അതിനെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള അർത്ഥം. ഓക്കെ, ദാറ്റ്സ് എ കൺസെപ്റ്റ് ഓഫ് കളർ. പിന്നെ ലൈറ്റിനെ നമ്മൾ പാർട്ടിക്കിളായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലൈറ്റിനെ നമ്മൾ വേവായിട്ടും പറയുന്നുണ്ട്. ദർ ആർ 2 concepts in the case of light. Light is a like particle ആണെങ്കിൽ എന്ത് പറയാം? A photon is like a particle but it has no mass.
തിങ്ക് ഓഫ് ഫോട്ടോൺ ആസ് എ ഗ്രെയിൻ ഓഫ് സാൻഡ്. ഓക്കെ, ഗ്രെയിൻ ഒരു ഗ്രൂപ്പ്, നമ്മളൊരു സാൻഡിൻ്റെ ഒരു മണൽ കൂമ്പാരത്തെ കുറിച്ച് നമുക്ക് ഫോട്ടോൺ ആയിട്ട് പറയാം. ഓരോന്നും എന്താണ്, ഓരോ ഫോട്ടോൺ ആണ്. വി സീ സോ മെനി ഫോട്ടോൺസ് അറ്റ് സെയിം ടൈംസ്. ഇറ്റ് ലൈക്ക് സീയിങ് ഓൾ ദ സാൻഡ് ഓൺ ദ ബീച്ച്. വി ഡോണ്ട് നോട്ടീസ് എ സിംഗിൾ ഗ്രെയിൻസ്. നമുക്ക് കടൽ എന്താ പറയുക, കടൽ തീരത്തെ മണലുള്ള ഓരോ മണലിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളൊരു ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ ഫോട്ടോണുകളെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വെൻ ലൈറ്റ് ഹിറ്റ്സ് ഫിലിം ഇൻ എ ഫിലിം ക്യാമറ ഇറ്റ് ആക്ട്സ് ആസ് എ ലൈറ്റ് ഫോട്ടോൺസ്. ഓക്കെ, നമ്മളൊരു ഫിലിംസിലോ ഫിലിം ക്യാമറയിലേക്ക് ഫിലിമിലേക്ക് അതിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അതൊരു ഫോട്ടോണായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫോട്ടോൺ ഇറ്റ്സ് എ ബേസിക് യൂണിറ്റ് ഓഫ് എ ലൈറ്റ്. അപ്പോൾ ദർഫോർ അതിനെയാണ് ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിന് നമ്മളൊരു പാർട്ടിക്കിൾ എന്നുള്ള കൺസെപ്റ്റ് പറയും. അതേപോലെ തന്നെ ലൈറ്റ് ആക്ട് ആസ് എ വേവ്. രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു പാർട്ടിക്കിളായിട്ട് അത് പിന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ വേവ് ആയിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? But sometimes light act like a wave. A wave has wavelengths, a speed and frequency. All light travels in same speed. The energy goes up as a frequency goes up. Color depends on frequency. Wavelength greater, frequency should get shorter. Frequency goes light travels. അതായത് നമ്മൾ ഒരു സെക്കൻഡിൽ എത്ര മീറ്റേഴ്സ് സഞ്ചരിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം മീറ്റേഴ്സ്, അതായത് ഏകദേശം 30 crore മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ടേക്സ് 8 minutes ഫോർ എ വേവ് ലെങ്ത് ടു ട്രാവൽ ഫ്രം സൺ ടു ദ എർത്ത്. അതായത് ലൈറ്റ് സണ്ണിൽ നിന്ന് എർത്തിലേക്ക് എത്താനുള്ള സമയം എന്ന് പറയുന്നത് 8 minutes ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോൺ സണ്ണിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ആ ഫോട്ടോൺ ഭൂമിയുടെ പ്രതലത്തിലേക്ക് സ്പർശിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 8 minutes ആണ്. അപ്പോൾ ദാറ്റ്സ് ദ ലെങ്ത് ഓഫ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ഇറ്റ് ടേക്സ് 8 minutes ഫോർ ലൈറ്റ് വേവ് ടു ട്രാവൽ ഫ്രം സൺ ടു ദ എർത്ത്. We see the moon because it reflects the sunlight. It takes 1 second for light reflected off the moon to reach the earth. Remember, white light contains all the colors. Okay. Then there are some questions on about the light. Lightനെ കുറിച്ചുള്ള ചില questions ഇതിന്റെ താഴത്തെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിങ്ങളത് വായിച്ചു നോക്കാം. Okay, that's all are the characteristics of light. It's a part of physics. Okay, physics നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെയാണ്. Okay, then we are concentrating to the characteristics of color. What are the characteristics of color? The first, it is have dominant frequency that called hue. Okay, the color we see, the red is a frequency, green is a frequency, purple is a green frequency. നമ്മൾ പല കളർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പലതും പല ഫ്രീക്വൻസിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. Therefore, dominant frequency, the characteristic, first character, the color have frequency. That frequency is directly connected to a particular color. Next is brightness, the total light energy. How bright is the color? How bright are the brighting lights illuminating the object? Okay, എത്രത്തോളം തിളക്കമുണ്ട് അതിനാണ് ബ്രൈറ്റ്നെസ് എന്ന് പറയുക. തിളക്കമുണ്ട്. നമുക്ക് ഒരു കളർ, പച്ച നിറഞ്ഞ കളറ്, നമുക്ക് ഡാർക്ക് ഗ്രീൻ ഉണ്ട്, അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് വ്യത്യാസം? ഡാർക്ക് ഗ്രീനിൽ നിന്ന് ലൈറ്റ് ഗ്രീനിലേക്ക് എത്താൻ അതിൻ്റെ ബ്രൈറ്റ്നെസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് കളർ. ദ തേർഡ് വൺ, ദ പ്യൂരിറ്റി, സാച്ചുറേഷൻ. Purity describes how close a light appears to be a pure spectral color, such as pink is less saturated than red. Okay, അതും ഒരു കണക്കിന് നമ്മൾ എത്രത്തോളം സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കളർ അതിലുണ്ട് എന്നുള്ളതാണ് സാച്ചുറേഷൻ പറയുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ റെഡും പിങ്കും എടുക്കാം. ഈ രണ്ട് കളറിൽ തന്നെ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അല്ലേ? പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡ് പോലുള്ള ഒരു കളറാണ്, പക്ഷെ അത്രത്തോളം ഒരു സാച്ചുറേഷൻ അതിനില്ല. പക്ഷെ റെഡിനാണ് പിങ്കിനേക്കാൾ സാച്ചുറേഷൻ കൂടുതൽ എന്ന് പറയാം. ഓക്കെ, അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കളറാണ് നമുക്ക്
ഗ്രീനും അതേപോലെ ഗ്രീനിൻ്റെ വേറൊരു വേരിയൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്രീനിന് പല വേരിയൻസ് ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രീനിൻ്റെ പ്രധാനപ്പെട്ടൊരു വേരിയൻ്റ് ഉണ്ട്. നമ്മൾ ലൈറ്റ് ഗ്രീൻ പോലെയുള്ളൊരു കളറിന് നമ്മൾ വേറൊരു പേര് പറയും. ഐ തിങ്ക് നിങ്ങൾ ഓർമ്മിച്ചെടുക്കുക. ഓക്കെ, പിസ്ത 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 ഇസ് ദ കളർ ദാറ്റ് ഡിറൈവ് ഫ്രം ദ ഗ്രീൻ. ഗ്രീൻ നിന്ന് ഡിറൈവ് ചെയ്തൊരു കളറാണ് പിസ്ത. അപ്പം ഗ്രീൻ എന്തുണ്ട്, സാച്ചുറേഷൻ കൂടുതലാണ്. പിസ്തക്ക് അത്ര സാച്ചുറേഷൻ ഇല്ല എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ദ ഡിഫറൻസസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് സാച്ചുറേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ക്രോമസിറ്റി. ക്രോമാറ്റിസിറ്റി എന്നാണ് പറയുക. ക്രോമാറ്റിസിറ്റി ദാറ്റ് മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ടു പ്രോപ്പർട്ടീസ്. രണ്ട് പ്രോപ്പർട്ടിയാണ്. ദാറ്റ്സ് എ പ്യൂരിറ്റി ആൻഡ് ഹ്യൂ ടുഗദർ. പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേഷൻ ആണ്, ഹ്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ക്രോമാറ്റിസിറ്റി എന്ന് പറയാം. ക്രോമാറ്റിസിറ്റി എന്ന് പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് സാച്ചുറേഷൻ പറയുക, എങ്ങനെയാണ് ലൂമിനൻസ് പറയുക, എങ്ങനെയാണ് ഹ്യൂ പറയുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഡിഫറെൻറ്റ് കളർ മോഡൽസ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കളർ മോഡൽസ് എന്നാണ് പറയുന്നത്. എന്താണ് കളർ മോഡലിൻ്റെ ഡെഫിനിഷൻ എന്നൊക്കെയാണ് നമ്മൾ ജസ്റ്റ് പറയാൻ ശ്രദ്ധിക്കുന്നത്. എ കളർ മോഡൽ ഈസ് എൻ അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്കൽ മോഡൽ that describe the way of color can be represented as tuples of numbers typically as 3 or 4 values or color components. അതായത് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ നമുക്ക് കളറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ്സ് എ അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്കൽ മോഡൽ that describe the way the color can be represented as tuples of numbers. Tuples എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പായിട്ട്. സംടൈംസ് ഇറ്റ്സ് എ 3 or 4 values or കളർ കമ്പോണൻസ്, അല്ലെങ്കിൽ കളർ കമ്പോണൻസ് ആയിട്ട് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് നമ്മൾ കളർ മോഡൽ എന്ന് പറയുന്നത്. എനി മെത്തേഡ് ഫോർ എക്സ്പ്ലൈനിങ് ദ പ്രോപ്പർട്ടി ഓർ ബിഹേവിയർ ഓഫ് കളർ വിത്തിൻ ദ സം പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഈസ് കോൾഡ് കളർ മോഡൽ. ദാറ്റ്സ് ഇത് ഹാൻഡ് ബെക്കറിലുള്ള ഒരു ഹാൻഡ് ബെക്കർ എന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലുള്ള ഒരു ഡെഫിനേഷനാണ്. എ കളർ മോഡൽ ഈസ് എ സിസ്റ്റം ഫോർ ക്രിയേറ്റിംഗ് എ ഫുൾ റേഞ്ച് ഓഫ് കളർ ഫ്രം എ സ്മോൾ സെറ്റ് ഓഫ് പ്രൈമറി കളേഴ്സ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് നമ്മൾ എന്താണ് കളർ മോഡൽ ഈസ് എ സിസ്റ്റം ഓഫ് ക്രിയേറ്റിംഗ് എ ഫുൾ റേഞ്ച് ഓഫ് കളേഴ്സ് ഫ്രം എ പ്രൈമറി മോഡൽസ് എന്ന് പറയാം. ദർ ആർ 2 types ഓഫ് കളർ മോഡൽസ്. നമ്മൾ 2 ടൈപ്പ് കളർ മോഡൽസ് ഉണ്ട്. 2 ടൈപ്പ്. അത് ഒന്ന് അഡിറ്റീവ് കളർ മോഡൽസ് ഉണ്ട്, 2 സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽസും ഉണ്ട്. എന്താണ് അഡിറ്റീവ് കളർ മോഡൽ? അഡിറ്റീവ് കളർ മോഡൽസ് യൂസ് ലൈറ്റ് ടു ഡിസ്പ്ലേ കളർ വൈൽ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ യൂസ് പ്രിന്റ് ഇങ്ക്സ്. അതായത് അഡിറ്റീവ് കളർ മോഡൽ എന്ന് പറഞ്ഞാൽ യൂസ് ലൈറ്റ് ടു ഡിസ്പ്ലേ കളർ. ലൈറ്റ് യൂസ് ചെയ്തിട്ട് കളറിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് നമ്മൾ അഡിറ്റീവ് കളർ മോഡൽ എന്ന് പറയുന്നത്. അതേപോലെ നമ്മളത് പ്രിന്റ് ഇങ്ക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു ചിത്രം റെപ്രസെൻറ്റ് ചെയ്യാൻ, മോണിറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ അഡിറ്റീവ് കളർ മോഡലാണ് യൂസ് ചെയ്യുക. പക്ഷെ അത് പ്രിൻ്ററിലൂടെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ നമ്മൾ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുക. സബ്സ്ട്രാക്റ്റീവ് കളർ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അഡിറ്റീവ് കളർ മോഡൽ യൂസ് ലൈറ്റ് ടു ഡിസ്പ്ലേ കളർ വൈൽ ആ സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ യൂസ് പ്രിൻറ്റിംഗ് ഇങ്ക്സ്. അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. കളർ perceived in additive models are the result of transmitted light. Color perceived in subtractive model as a result of reflected light. Okay, അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കളർ അഡിറ്റീവ് മോഡലിൽ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെ റിസൾട്ട് ആണുള്ളത്. അതേപോലെ തന്നെ സബ്സ്ട്രാക്റ്റീവ് മോഡൽ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ റിസൾട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദർ ആർ സെവറൽ established color models used in computer graphics, but the 2 most common are that is RGB and CMYK color models are there. അപ്പോൾ RGB മോഡൽ നമ്മൾ എവിടെ യൂസ് ചെയ്യും? റെഡ് ഗ്രീൻ ബ്ലൂ മോഡൽ ഫോർ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ. ഇറ്റ് ഈസ് അഡിറ്റീവ് മോഡൽ. ആൻഡ് CMYK മോഡൽ ദാറ്റ് ഇസ് സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് ഫോർ പ്രിന്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് സബ്സ്ട്രാക്റ്റീവ് കളർ മോഡൽ. Then what is primary colors? You all know about what are the different primary colors, the set of colors that can be combined to make a useful range of colors. അതിനെയാണ് പ്രൈമറി കളർ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് RGBനെ പ്രൈമറി കളർ എന്ന് പറയും, അല്ലെങ്കിൽ വിബ്ജി പറഞ്ഞ പ്രൈമറി കളേഴ്സ് എന്നൊക്കെ പറയും. ദ കളർ ഗോമറ്റ്, ദ സെറ്റ് ഓഫ് ഓൾ കളേഴ്സ് ദാറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ് ഫ്രം എ പ്രൈമറി കളർ, അതിനാണ് കളർ ഗോമറ്റ് എന്ന് പറയും.
Okay, a set of all color that we can produce from the primary colors. Next is complementary colors, pairs of colors which, when combined in the right proportions, produce white. That is a complementary colors. അതായത് നമ്മൾ ഏത് കളറിനെ ഏത് കളറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ RGB മോഡൽ, റെഡ് ആൻഡ് സിയാൻ, റെഡിന്റെ കോംപ്ലിമെന്ററി കളറാണ് സിയാൻ. സിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അഡീഷൻ ഓഫ് ഗ്രീൻ പ്ലസ് ബ്ലൂ. ഗ്രീനും ബ്ലൂവും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയാൻ കിട്ടും. അപ്പോൾ റെഡിന്റെ കോംപ്ലിമെന്റ് ആണ് എന്ത്? സിയാൻ. അപ്പോൾ ഈ റെഡും സിയാനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കിട്ടും. അതേപോലെ ഗ്രീൻ ആൻഡ് മജന്ത, മജന്ത എന്ന് പറയുന്നത് ബ്ലൂവും അതേപോലെ തന്നെ റെഡും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മജന്ത കിട്ടും. പ്ലസ് ഗ്രീനും കൂടി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈറ്റ് കിട്ടും. അപ്പോൾ magenta is the complementary color of green, and also നമുക്ക് vice versa green is the complementary color of magenta എന്ന് പറയാം. ബ്ലൂ ആൻഡ് യെല്ലോ, യെല്ലോ എന്ന് പറയുന്ന കളർ നമുക്ക് എങ്ങനെ കിട്ടാം? ഗ്രീനും റെഡും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് യെല്ലോ കിട്ടും. അപ്പോൾ ബ്ലൂ ആൻഡ് യെല്ലോ ആർ ദ complementary colors. No finite set of real primary colors can be combined to produce all possible visible values. However, given a set of three primary colors, we characterize any four color using the color mixing process. അതായത് നമ്മളിത് പറയുന്നത് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് സെറ്റും ഇല്ല നമുക്ക്. റിയൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് റിയൽ പ്രൈമറി കളർ ക്യാൻ കമ്പൈൻ ടു പ്രൊഡ്യൂസ് ഓൾ പോസിബിൾ വിസിബിൾ കളേഴ്സ്. ഓക്കെ, നമുക്കൊരു ഫൈനൈറ്റ് സെറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോകത്തിലുള്ള എല്ലാ കളറിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യും? മാക്സിമം കളർ കോമ്പിനേഷൻ വെച്ചിട്ട് വേൾഡിലുള്ള എല്ലാ കളറിനെയും റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് സം ഓഫ് ദ അനദർ പ്രോപ്പർട്ടീസ് ഓഫ് കളേഴ്സ്, ദാറ്റ്സ് ദ ഷെയ്ഡ്സ്, ടിൻസ് ആൻഡ് ടോൺസ്. എന്താണ് ഷെയ്ഡ്സ്, എന്താണ് ടിൻസ് ആൻഡ് എന്താണ് ടോൺസ് എന്ന് പറയാം. ഷെയ്ഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിമ്മിങ് ഹ്യൂ, ആഡിങ് ബ്ലാക്ക് ടു ഹ്യൂ. ഓക്കെ, ബ്രൈറ്റ്നെസ്സിലേക്ക് ദാറ്റ്സ് എ ഷെയ്ഡ്. ഡാർക്ക് ബ്ലൂ ഈക്വൽ ടു പ്യുവർ ബ്ലൂ പ്ലസ് ബ്ലാക്ക് ആണ്. ഓക്കെ, ദാറ്റ്സ് എ ഷെയ്ഡ്. A tint is produced by lightening the hue. Dim is produced by a tint is produced by lightening a hue, adding white. That is a pastel red equal to pure red plus white. അതായത് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള കളറുകളെയാണ് നമ്മൾ ടിൻറ്റ് എന്ന് പറയുക. ടിൻറ്റ് ഇസ് പ്രൊഡ്യൂസ് ലൈറ്റനിങ് ദ ഹ്യൂ. നമ്മൾ ഈ ബ്രൈറ്റ്നസിനെ ലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് താഴത്തെ ഒരു എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഷെയ്ഡ് ഉണ്ട്, ടിൻറ്റ് ഉണ്ട്, ടോൺ ഉണ്ട്. എന്താ ടോൺ? ടോൺ റെഫേഴ്സ് ടു എഫക്ട്സ് ഓഫ് റെഡ്യൂസിങ് ദ കളർഫുൾനെസ് ഓഫ് ഹ്യൂ. ഓക്കെ, അതായത് ആഡിങ് ഗ്രേ ഓർ ആഡിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, നമ്മൾ ഗ്രേ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ടോൺ എന്ന് പറയാം. അപ്പോൾ നമ്മളുള്ള കളറിനോട് ബ്ലാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഷെയ്ഡ് എന്ന് പറയും. ഉള്ള കളറിൻ്റെ കൂടെ വൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ടിൻറ്റ് എന്ന് പറയും. ഉള്ള കളറിന്റെ കൂടെ ഗ്രേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ടോൺ എന്ന് പറയും. ഓക്കെ, Thus shading takes a hue towards black, tinting take a hue towards white, and tones cover the range in between. Okay, that's the concept of the basic concept in color models. The first model is RGB color model. The red, green, blue color is space in wide use throughout the computer graphics. Additive color model, it is an additive color unit cube defined RGB axis. The origin 0 0 represent black and diagonal opposite 1 1 1 equal to white. അപ്പോൾ ഇത് ഒരു ക്യൂബാണ്. ദാറ്റ് ഇസ് എ യൂണിറ്റ് ക്യൂബ് ഫോർ RGB കളർ മോഡൽ റെപ്രസെൻറ്റേഷൻ. അപ്പം അതിൽ ശ്രദ്ധിക്കാം, നമ്മൾ ഒരു ആക്സസ്, മുകളിലേക്കുള്ള ആക്സസ് ഗ്രീൻ ആണ്, നമ്മൾ റൈറ്റിലേക്ക് വരച്ചിരിക്കുന്ന ആക്സസ് റെഡ് ആണ്, നമ്മളുടെ ടുവേർഡ്സ് എന്താ പറയുക നമ്മളിലേക്ക് വരച്ചിരിക്കുന്നത് ബ്ലൂ ആണ്. ഓക്കെ, അപ്പം അത് XYZ എന്ന് പറയുന്നതിന് പോലെ RGB വരച്ചു. അതിൽ ഓരോന്നും ഏതാണ് കളർ വരുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മൾ G ആൻഡ് B ആക്സിസിൻ്റെ ഇടക്ക് വരുന്ന കളറാണ് സിയാൻ അല്ലേ. അതേപോലെ ഗ്രീൻ്റെയും റെഡിൻ്റെ ഇടക്ക് വരുന്ന കളറാണ് യെല്ലോ. അതേപോലെ ബ്ലൂവിൻ്റെയും റെഡിൻ്റെ ഇടക്ക് വരുന്ന കളറാണ് മെജന്ത. ഓക്കെ, എല്ലാ കളറും കൂടുന്നത് സ്പേസിൽ നമ്മൾ 1 1 1 ഇട്ടിരിക്കുന്നു, ദാറ്റ്സ് വൈറ്റ്. Okay, so it's a very important cube. That's a unit cube that defines RGB color model. Okay, vertices of the cube on the axis represent the primary colors,
ഈ വെർട്ടിസസ് നമ്മൾ പ്രൈമറി കളറിനാണ് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് റിമൈനിങ് വെർട്ടിസസ് കോംപ്ലിമെന്ററി കളർ പോയിന്റ് ഫോർ ദ ഈച്ച് ഓഫ് ദ പ്രൈമറി കളർ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ റെപ്രസെന്റ് ദ along with the മെയിൻ ഡയഗ്രാം. RGB ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ്സ് RGB നമ്മൾ വരക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഓരോ കളറുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. RGB എന്തൊക്കെ കളറുകളാണ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ അത് ബാക്കി നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമ്മൾ CMY മോഡലും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ പറയും. ഓക്കെ.